എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഉരുളക്കിഴങ്ങ് മുട്ടയുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇവിടെ ഞാൻ 3 പുഴുങ്ങിയ മുട്ട അതിൻ്റെ തോടെല്ലാം കളഞ്ഞ് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ മുട്ടയെ നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഞാൻ മുട്ട 3ഉം ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ 2 ചെറിയ ഉരുളക്കിഴങ്ങ് പുഴുങ്ങി തൊലിയെല്ലാം കളഞ്ഞ് നല്ലതായിട്ട് ഉടച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. വലിയൊരു സവാള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട്. 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ശകലം മല്ലിയിലയും ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയ്ക്കകത്തോട്ട് ഉരുളക്കിഴങ്ങ്, സവാള, പച്ചമുളക്, മല്ലിയില അതങ്ങ് ഇട്ട് കൊടുക്കാം. ട്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. നല്ല ജീരകം വറുത്ത് പൊടിച്ചത് 1/2 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/2 ടീസ്പൂൺ ചാറ്റ് മസാലയും ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചാറ്റ് മസാലയൊക്കെ ഇട്ട് കൊടുക്കുമ്പം നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ചാറ്റ് മസാല ഇഷ്ടമല്ലാത്തവർ അതിന് പകരം ഗരം മസാല ഇട്ട് കൊടുത്താൽ മതി. കൈ കൊണ്ട് ഇതെല്ലാം നല്ലതായിട്ട് ഞെരടിയെടുക്കാം. ഇതെല്ലാം നല്ലതായിട്ട് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കയ്യിലോട്ട് കുറച്ച് വെള്ളം തേച്ച് കൊടുത്തിട്ട് നമുക്കിതിനെ ബോൾസാക്കി എടുക്കാം. ഞാനിവിടെ ഉരുട്ടിയാണ് എടുക്കുന്നത്, ബോൾസാക്കിയാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് അതല്ല കട്ട്ലേറ്റിൻ്റെയൊക്കെ ഒരു ഷേപ്പാണെങ്കിൽ നിങ്ങൾക്ക് ആ രീതിയിൽ തന്നെ ഷേപ്പാക്കി എടുക്കാവുന്നതാണ്. എല്ലാം ഇതുപോലെ ഞാൻ ഷേപ്പാക്കി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇവിടെ വേറൊരു പാത്രം ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടെ ഇട്ട് കൊടുക്കാം. കോൺഫ്ലോർ ഇട്ട് കൊടുക്കുന്നത് നല്ലൊരു ക്രിസ്പിയായിട്ട് ഇതിൻ്റെ കോട്ടിങ് കിട്ടാൻ വേണ്ടിയാണ്. ഇതിലോട്ട് 2 നുള്ളി ഉപ്പ് ഇട്ട് കൊടുത്ത് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുത്ത് നല്ലതായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് നല്ലതായിട്ട് മിക്സ് ചെയ്യണം. എന്നിട്ട് ഇത് തിക്കായിട്ടുള്ളൊരു ബാറ്ററല്ല, എന്നാൽ ഒത്തിരി ലൂസുമല്ല. ഇഡ്ഡലിമാവിൻ്റെയൊക്കെ ആ ഒരു രീതി ഉണ്ടല്ലോ, ആ രീതി വേണം ഇതിനെ കലക്കിയെടുക്കാനായിട്ട്. അങ്ങനെ ബാറ്റർ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഒരു പാത്രത്തിലോട്ട് കുറച്ച് ബ്രെഡ് ക്രംസ് എടുക്കുക. ഞാൻ 3 ബ്രെഡ് മിക്സിയിൽ പൊടിച്ച് എടുത്തതാണ്, അതും എടുത്ത് വെക്കുക. ഇപ്പോൾ നമ്മൾ ബോളാക്കി വെച്ചിരുന്നല്ലോ, അത് ഈ ബാറ്ററിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ട് നമുക്ക് കോട്ട് ചെയ്തെടുക്കാവുന്നതാണ്. എല്ലാം ഇതുപോലെ ചെയ്തെടുത്തുകൊണ്ട് ഞാൻ വന്നിട്ടുണ്ട്. എണ്ണ ഞാനിവിടെ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ ബ്രെഡ് ക്രംസിലൊക്കെ മുക്കി വെച്ചിരിക്കുന്ന ഈ ബോൾസ് ഉണ്ടല്ലോ, അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. ഒത്തിരി അങ്ങ് തിക്കി ഇട്ട് കൊടുക്കേണ്ട, 4-5 ആയിട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാം. തീ മീഡിയത്തിലിട്ട് കൊടുത്ത് തിരിച്ച് മറിച്ചു ഇട്ട് നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാം. കട്ട്ലേറ്റിൻ്റെയൊക്കെ ആ ഒരു കളറാവുന്ന സമയത്ത് ഇത് കോരി മാറ്റാവുന്നതാണ്. ആദ്യത്തെ ബാച്ച് ഞാൻ ഇവിടെ കോരി എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളതും നമുക്കിതുപോലെ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെ എല്ലാം ഞാൻ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നല്ല ക്രിസ്പിയാണ്. പുറഭാഗമൊക്കെ നമ്മൾ കോൺഫ്ലോർ ഇട്ട് കൊടുത്തുകൊണ്ട് പുറഭാഗം നല്ല ക്രിസ്പിയാണ്. നല്ല സോഫ്റ്റാണ്. കട്ട്ലേറ്റിൻ്റെയൊക്കെ ആ ഒരു ടേസ്റ്റാണ് ഇതിന്. ഇതാണ് കെച്ചപ്പ് കൂട്ടി കഴിക്കാനായിട്ട് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ 4 മണിക്ക് ഇത് തയ്യാറാക്കി നോക്കുക. കുട്ടികൾക്കും വലിയവർക്കും ഒരുപാട് ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതൊരു ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിയോട്ടും ഫ്രണ്ട്സിലോട്ടൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. നമുക്കിനി ഒരു പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം.